ഹായ് ഓൾ, വെൽക്കം ബാക്ക് ദ വീഡിയോ. ഇന്ന് നമ്മൾ കോസ്റ്റ് അക്കൗണ്ടിങ്ങിൻ്റെ PSC ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഡീൽ ചെയ്യുന്നത്. നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് മെത്തേഡ് ഈസ് മോസ്റ്റ് സ്യൂട്ടബിൾ ഇൻ ടൈംസ് ഓഫ് ഡിക്രീസിങ് ദ പ്രൈസ് ഓഫ് റോ മെറ്റീരിയൽ ഇൻ ദി മാർക്കറ്റ്. പ്രൈസ് മാർക്കറ്റിൽ ഡിക്രീസ് ചെയ്യുന്ന സമയത്ത് റോ മെറ്റീരിയലിന് ഫിക്സ് ചെയ്യാൻ പറ്റുന്നത് ഏത് മെത്തേഡിലുള്ള പ്രൈസാണ് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ഫിഫോ, ഓപ്ഷൻ ബി ലിഫോ, ഓപ്ഷൻ സി ബേസ് സ്റ്റോക്ക്, ഓപ്ഷൻ ഡി ആവറേജ് കോസ്റ്റ്. ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ഫിഫോയാണ്. അതായത് ഫിഫോ മെത്തേഡാണ് ഫാളിങ് പ്രൈസ് മാർക്കറ്റിൽ ഫാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, റോ മെറ്റീരിയലിൻ്റെ പ്രൈസ് ഫാൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഫിഫോ മെത്തേഡാണ് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്. ഫിഫോ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ടാണ്. അപ്പോൾ ഫസ്റ്റ് വന്നത് ഫസ്റ്റ് നമ്മൾ എന്താണ് സോൾഡ് ഔട്ട് ചെയ്യുക, അതാണ് ഉദ്ദേശിക്കുന്നത്. ഫിഫോ മെത്തേഡാണ് സ്യൂട്ടബിൾ. ഇപ്പം നമുക്ക് ജസ്റ്റ് ഫിഫോയും ലിഫോയും നോക്കാം. ഫിഫോ മെത്തേഡ് ഈസ് സ്യൂട്ടബിൾ വെൻ ഫാളിങ് പ്രൈസ് ആണ്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് അല്ലെങ്കിൽ ക്ലോസിംഗ് സ്റ്റോക്കുകൾ വാല്യൂ ചെയ്യുന്നത് കറൻറ്റ് സ്റ്റോക്കിലും ബാക്കിയുള്ള നമ്മൾ സെയിൽ ചെയ്യുന്ന കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഔട്ട് ചെയ്യുന്ന ഗുഡ്സിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഏർലിയസ്റ്റ് പ്രൈസിലുള്ളതും ആയിരിക്കും. എന്നാൽ ലിഫോ സ്യൂട്ടബിൾ ആവുന്ന സിറ്റുവേഷൻ റൈസിങ് പ്രൈസിലാണ് ലിഫോ സ്യൂട്ടബിൾ ആവുന്നത്. അവിടെ ക്ലോസിംഗ് സ്റ്റോക്ക് അല്ലെങ്കിൽ ക്ലോസിംഗ് വർക്കിംഗ് പ്രോഗ്രസ് ഏർലിയസ്റ്റ് പ്രൈസിലായിരിക്കും റെക്കോർഡ് ചെയ്യപ്പെടുകയും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലേറ്റസ്റ്റ് പ്രൈസിലായിരിക്കും റെക്കോർഡ് ചെയ്യുന്നത്. അതായത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണല്ലോ. ലാസ്റ്റ് വരുന്നത് ഫസ്റ്റ് സോൾഡ് ഔട്ടായി പുറത്ത് പോകണം. ലാസ്റ്റ് പ്രൈസ് ആയിരിക്കും എപ്പോഴും അവിടെ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡിന് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് എമംഗ് ദി ഫോളോയിങ് റിസൾട്ട് ഇൻ ദ ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡ്? താഴെ പറയുന്ന ഏതാണ് ഓവർ അബ്സോർപ്ഷൻ ഓഫ് ഓവർഹെഡിന് കാരണം ആയതെന്നാണ്. ഓപ്ഷൻ എ ആക്ച്വൽ വോളിയൂം ഓഫ് ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ദ എസ്റ്റിമേറ്റഡ് ലെവൽ ഓഫ് പ്രൊഡക്ഷൻ. ഓപ്ഷൻ ബി ഓവർഹെഡ് ആക്ച്വലി ഇൻകേർഡ് ഈസ് മോർ ദാൻ ദ എസ്റ്റിമേറ്റഡ് ഓവർഹെഡ്. ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റിക്കവറി റേറ്റ് ഫിക്സഡ് ഈസ് മോർ ദാൻ ദി ആക്ച്വൽ. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റിക്കവറി റേറ്റ് ഫിക്സഡ് ഈസ് മോർ ദാൻ ദി ആക്ച്വൽ. ആക്ച്വലിനേക്കാൾ കൂടുതൽ നമ്മൾ എന്താണ് സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റിക്കവറി റേറ്റ് ഫിക്സ് ചെയ്തു എന്നാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും എന്താണ് ഓവർഹെഡ് റിക്കവറി റേറ്റ് അല്ലെങ്കിൽ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഫിക്സ് ചെയ്യും. ഈ ഓവർഹെഡ് അബ്സോർപ്ഷൻ റേറ്റ് ഫിക്സ് ചെയ്യുന്നത് ഫിക്സ് ചെയ്യുന്നതിൻ്റെ ബേസിലാണ് നമ്മളത് ഓവർ അബ്സോർബ്ഡ് ആണോ അണ്ടർ അബ്സോർബ്ഡ് ആണോ തീരുമാനിക്കുന്നത്. നോക്കുക, അവിടെ സ്റ്റാൻഡേർഡ് ഓവർഹെഡ് റിക്കവറി റേറ്റ് ഫിക്സ് ചെയ്തത് കൂടിപ്പോയി. അപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഫിക്സ് ചെയ്യുന്നത് ഒരുപാട് കൂടിപ്പോകുമ്പോൾ നോർമലി എന്ത് സംഭവിക്കും? ഓവർ അബ്സോർപ്ഷൻ അവിടെ സംഭവിക്കും. അതാണ് ഇതിന് ആൻസറായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം അബ്സോർപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്. അബ്സോർപ്ഷൻ മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഓവർഹെഡ് എക്സ്പെൻസസ് അലോട്ടഡ് ടു എ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റ് ഓവർ ദ യൂണിറ്റ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദാറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. അതായത് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ പ്രൊഡ്യൂസ് ചെയ്ത ഓരോ യൂണിറ്റിലേക്കും ഓവർഹെഡ് എക്സ്പെൻസ് അലോട്ട് ചെയ്ത് കൊടുക്കണം. അതായത് നോക്കുക, ഇറ്റ് ഈസ് ദ അലോട്ട്മെൻറ്റ് ഓഫ് ഓവർഹെഡ് ടു കോസ്റ്റ് യൂണിറ്റ്. ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിലേക്കുമാണ് ഇവിടെ കോസ്റ്റ് അലോട്ട് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ അലോട്ട് ചെയ്ത് കഴിഞ്ഞാണെന്ന് പറയുന്നത് അബ്സോർപ്ഷൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഈ അബ്സോർബ് ചെയ്യുന്നതാണ് ഓവറും അണ്ടറും ആവുന്നത്. അപ്പോൾ സ്റ്റാൻഡേർഡ് ഫിക്സ് ചെയ്യില്ല, അത് കൂടിപ്പോയി കഴിഞ്ഞാൽ ഓവർ അബ്സോർപ്ഷനും, നമ്മൾ കുറച്ചാണ് നമ്മൾ കോസ്റ്റ് അബ്സോർബ് ചെയ്യുന്നതെങ്കിൽ അത് അണ്ടർ അബ്സോർപ്ഷൻ എന്നുമായിരിക്കും പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓവർഹെഡ് ഇൻ കോസ്റ്റ് അക്കൗണ്ട്സ്? കോസ്റ്റ് അക്കൗണ്ടിൽ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്യാത്തത് ഏതാണെന്ന ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അഡ്വർടൈസ്മെൻറ്റ്, ഓപ്ഷൻ ബി ക്യാഷ് ഡിസ്കൗണ്ട്, ഓപ്ഷൻ സി സെയിൽസ്മാൻ സാലറി, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. ഇവിടെ സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടാണ് ഓപ്ഷൻ ഡി അല്ലേ. അഡ്വർടൈസ്മെൻറ്റ് സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ബന്ധപ്പെട്ടാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. എന്തുകൊണ്ടാണ്? സി നോക്കിയേ, സി സെയിൽസ്മാൻ സാലറി എന്താണ്? സെല്ലിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷനുമായി ബന്ധപ്പെട്ടാണ്. ഒരിക്കലും കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ ക്യാഷ് ഡിസ്കൗണ്ട് കൺസിഡർ ചെയ്യില്ല. അത് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ കൺസിഡർ ചെയ്യുന്നതാണ് ക്യാഷ് ഡിസ്കൗണ്ട്. സോ ഇവിടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ട്. എന്താണ് മെറ്റീരിയൽ റിക്വിസിഷൻ നോട്ട് എന്നാണ് ചോദ്യം.
ഓപ്ഷൻ എ ആൻ ഓതറൈസേഷൻ ടു സ്റ്റോർ കീപ്പർ ടു ഇഷ്യൂ മെറ്റീരിയൽ. ഓപ്ഷൻ ബി ഫോർമൽ ഡിമാൻഡ് ടു ദി പർച്ചേസ് ഡിപ്പാർട്ട്മെൻറ്റ് ടു പർച്ചേസ് ആൻ ഐറ്റം. ഓപ്ഷൻ സി ലിസ്റ്റ് ഓഫ് മെറ്റീരിയൽ റിക്വയർഡ് ഫോർ എ പർട്ടിക്കുലർ ജോബ്. ആൻഡ് ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പം മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റും അവർക്ക് ആവശ്യമുള്ള, അവരുടെ പ്രൊഡക്ഷന് ആവശ്യമുള്ള അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ആവശ്യമുള്ള മെറ്റീരിയലിൻ്റെ റിക്വസിഷൻ, എന്തൊക്കെ മെറ്റീരിയൽ വേണം എന്ന് ആരോട് പറയുന്നതാണ്? സ്റ്റോറിന് കൊടുക്കുന്ന നോട്ടിനെയാണ് മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഓരോ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റോർ കീപ്പർക്ക് കൊടുക്കുന്ന അതാണ് മെറ്റീരിയൽ റിക്വസിഷൻ. അവരുടെ പ്രൊഡക്ഷന് വേണ്ടി ആവശ്യമായ മെറ്റീരിയലിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ് ആൻസർ. ആൻ ഓതറൈസേഷൻ ടു സ്റ്റോർ കീപ്പർ ടു ഇഷ്യൂ മെറ്റീരിയൽ. ആർക്കുള്ള ഓതറൈസേഷനാണ്? സ്റ്റോർ കീപ്പറോട് ഓതറൈസ് ചെയ്ത് പറയാണ് ടു ഇഷ്യൂ. അവർക്ക് പ്രൊഡക്ഷൻ ആവശ്യമുള്ള മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യാനുള്ള ഓതറൈസേഷനാണ് മെറ്റീരിയൽ റിക്വസിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നോക്കാം, മെറ്റീരിയൽ റിക്വസിഷൻ എന്താണെന്നാണ് ഇവിടെ പറയുന്നത്. എ ഡോക്യുമെൻറ്റ് യൂസ്ഡ് ബൈ ദ പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ടു റിക്വസ്റ്റ് മെറ്റീരിയൽ ദേ നീഡ് ടു കംപ്ലീറ്റ് എ മാനുഫാക്ചറിങ് പ്രോസസ്സ്. ഒരു പെർട്ടിക്കുലർ മാനുഫാക്ചറിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ട മെറ്റീരിയൽ റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ ഡിപ്പാർട്ട്മെൻറ്റിന് കൊടുക്കുന്ന ഒരു ഡോക്യുമെൻ്റ് ആണ് എന്ത്? മെറ്റീരിയൽ റിക്വസിഷൻ നോട്ട് എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ, which of the following item is not added or subtracted to or from purchase price to arrive at a material cost price in cost accounting. കോസ്റ്റ് അക്കൗണ്ടിങ്ങിൽ പർച്ചേസ് പ്രൈസിൽ അല്ലെങ്കിൽ പർച്ചേസ് പ്രൈസ് കിട്ടുന്നതിന് വേണ്ടി ആഡോ സബ്സ്ട്രാക്റ്റോ ചെയ്യാത്ത ഐറ്റം ഏതാണെന്നാണ് ചോദ്യം. ഇത് മുമ്പ് ഒരു ക്വസ്റ്റ്യൻ ഡീൽ ചെയ്ത് പറഞ്ഞിരുന്നു. അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഒന്ന് വായിച്ചു നോക്കി, ഓപ്ഷൻസ് വായിച്ചു നോക്കും, ക്ലിയർ ആവും. ഓപ്ഷൻ എ ട്രേഡ് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദി സപ്ലയർ. ബി ക്വാണ്ടിറ്റി ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദി സപ്ലയേഴ്സ്. സി ക്യാഷ് ഡിസ്കൗണ്ട് അലൗഡ് ബൈ ദി സപ്ലയേഴ്സ്. ഓപ്ഷൻ ഡി എക്സൈസ് ഡ്യൂട്ടി പെയ്ഡ് ടു ദി ഗുഡ്സ് പർച്ചേസ്ഡ്. ക്യാഷ് ഡിസ്കൗണ്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? കോസ്റ്റ് അക്കൗണ്ടിൽ ക്യാഷ് ഡിസ്കൗണ്ട് കൺസിഡർ ചെയ്യില്ല എന്ന്. അതുകൊണ്ട് തന്നെ ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, ക്യാഷ് ഡിസ്കൗണ്ട് ആണ്. ഇവിടെ ഓപ്ഷൻ എ ട്രേഡ് ഡിസ്കൗണ്ടും ഓപ്ഷൻ ബി ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടുമാണ്. ഈ ട്രേഡ് ഡിസ്കൗണ്ടിനെ തന്നെയാണെന്ത്? ക്വാണ്ടിറ്റി ഡിസ്കൗണ്ടും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് പ്രൈസിങ് ഓഫ് മെറ്റീരിയൽ ഇഷ്യൂ. മെറ്റീരിയൽ ഇഷ്യൂമായി അതിൻ്റെ മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുന്നതിൻ്റെ പ്രൈസിങ്ങിൻ്റെ ഒരു മെത്തേഡ് അല്ലാത്തത് ഏതാണെന്ന് ചോദ്യം. അപ്പോൾ എന്തൊക്കെ മെത്തേഡ് ഉണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റുള്ളൂ. ഇവിടെ ഓപ്ഷൻ എ ഹിഫോ മെത്തേഡ്, ഓപ്ഷൻ ബി ഇൻഫ്ലേറ്റഡ് പ്രൈസ് മെത്തേഡ്, ഓപ്ഷൻ സി സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ്, ഓപ്ഷൻ ഡി നൺ ഓഫ് ദി എബോവ്. അപ്പം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ മെറ്റീരിയൽ ഇഷ്യൂ പ്രൈസിങ് മെത്തേഡ് അല്ലാത്തതാണ് ചോദിച്ചത്. തന്നിരിക്കുന്ന എല്ലാം എന്താണ്? മെത്തേഡ്സ് ആണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദി എബോവ് ആണ് ആൻസർ. നമുക്ക് ഓരോ ഓപ്ഷൻസ് ഒന്ന് ഡീറ്റെയിൽ നോക്കാം. എന്താണ് ഇൻഫ്ലേറ്റഡ് പ്രൈസ് മെത്തേഡ് എന്ന് പറയാം? ദിസ് മെത്തേഡ് ഈസ് യൂസ്ഡ് വെൻ ദ മെറ്റീരിയൽസ് ആർ സബ്ജക്റ്റ് ടു നോർമൽ വേസ്റ്റേജ് വിച്ച് ഈസ് അൺഅവോയ്ഡബിൾ. അപ്പോൾ ഒരു പെർട്ടിക്കുലർ മെറ്റീരിയൽ എന്താണ്? നോർമലി വേസ്റ്റ് സംഭവിക്കും, അത് നമുക്ക് അൺഅവോയ്ഡബിൾ ആണ്. ആ ഒരു സിറ്റുവേഷനിൽ അങ്ങനെയുള്ള മെറ്റീരിയൽക്ക് ചാർജ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഇൻഫ്ലേറ്റഡ് പ്രൈസ് മെത്തേഡ്. അങ്ങനെ വേസ്റ്റായി പോകുന്നതും കൂടെ കൺസിഡർ ചെയ്തിട്ട് എന്താണ്? കോസ്റ്റ് ഫിക്സ് ചെയ്യുക. ഇൻ ഓർഡർ ടു റിക്കവർ ദ ലോസ് അറൈസിങ് ഡ്യൂ ടു നോർമൽ വേസ്റ്റേജ്. നോർമൽ വേസ്റ്റേജ് കൊണ്ടുണ്ടാകുന്ന ആ ലോസ് നമുക്ക് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടി ദ മെറ്റീരിയൽ ഇഷ്യൂസ് ആർ പ്രൈസ്ഡ് അറ്റ് എ ഹയർ റേറ്റ് ദാൻ ദ ഇൻഫ്ലേറ്റഡ് പ്രൈസ്. ഹയർ റേറ്റ് ഈസ് നോൺ ആസ് ഇൻഫ്ലേറ്റഡ് പ്രൈസ്. അതായത് നമ്മളപ്പം നോർമലി ഒരു നോർമൽ വേസ്റ്റേജ് അതിന് സംഭവിക്കും, അതുമൂലം നമുക്കൊരു ലോസ് ഉണ്ടാവരുതെന്ന് കണക്കാക്കി അതും കൂടെ കൺസിഡർ ചെയ്തിട്ട് ഹയർ റേറ്റ് നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെയാണ് എന്ത്? ഇൻഫ്ലേറ്റഡ് പ്രൈസ് മെത്തേഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റാണ് ഹിഫോ. ഹിഫോ മീൻസ് ഹയസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇവിടെ മെറ്റീരിയലിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ഏറ്റവും ഹയസ്റ്റ് പ്രൈസ് ആയിരിക്കും നമ്മൾ കോസ്റ്റായിട്ട് കൺസിഡർ ചെയ്യും. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്നപ്പോഴായിരിക്കും ഹയസ്റ്റ് പ്രൈസ് ആയിരിക്കും. നെക്സ്റ്റാണ് സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ്. സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ എ സ്റ്റാൻഡേർഡ് ഓർ ഫിക്സഡ് പ്രൈസ് ഈസ് യൂസ്ഡ് ഫോർ പ്രൈസിങ് ദി ഇഷ്യൂസ്. അപ്പം
നമ്മൾ നോർമലി മെറ്റീരിയൽ ഇഷ്യൂ ചെയ്യുമല്ലോ, ആ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മളൊരു പ്രൈസ് ഫിക്സ് ചെയ്യും. ആ പ്രൈസ് എന്നൊരു സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫിക്സഡ് ആയിരിക്കും അല്ലേ. ഇന്നതാണ് ഈ ഒരു പർട്ടിക്കുലർ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് ഫിക്സ് ചെയ്യുന്നത്. അതിന് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഫിക്സഡ് പ്രൈസ് യൂസ് ചെയ്തുകൊണ്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്ന മെത്തേഡാണ് സ്റ്റാൻഡേർഡ് പ്രൈസ് മെത്തേഡ്. ഓപ്ഷൻസൊക്കെ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ബാക്കി ക്വസ്റ്റ്യൻസ് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്